निवेदन है कि पीछे हमारे सांसद बैठे हैं, हमारे विधायक बैठे हैं, थोड़ा सा अनुशासन बना के रखें। മനു ഭരത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനു, 6ഓളം പേരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേട്ടു. ഒടുവിലിത ABVP-യിലൂടെ വളർന്നു വന്ന നേതാവ്, ഏറ്റവും പ്രധാനമായി മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് രേഖ ഗുപ്ത ഇന്ദ്രപ്രസ്ഥത്തെ നയിക്കാൻ എത്തിയിരിക്കുന്നു. BJP-യുടെ ധീരമായ തീരുമാനം അല്ലേ? അതെ, ഭവ്യ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രേഖ ഗുപ്ത തൻ്റെ രാഷ്ട്രീയ ജീവിതം അടയാളപ്പെടുത്തുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നേതൃരംഗത്തേക്ക് അവിടെ ജനറൽ സെക്രട്ടറിയായി ജയിക്കുന്നു. പിന്നീട് DSU ഡൽഹി സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡന്റായും രേഖ ഗുപ്ത തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിലൂടെ തൻ്റെ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് 2002-ൽ BJP-യിലെത്തുകയും അവിടെ യുവജന വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്താണ് രേഖ ഗുപ്ത താൻ രാഷ്ട്രീയ രംഗത്ത് തൻ്റെ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് തെളിയിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നു. രേഖ ഗുപ്തയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നതിൽ ഒരു സുപ്രധാന കാരണം അവർക്ക് ഈ അവിടുത്തെ സാമാന്യ ജനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ വളരെ കാര്യക്ഷമമായി ഇടപെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിൽ കൂടിയാണ്. കാരണം ഡൽഹി കൗൺസിലർ ആയി അവർ നോർത്ത് പിതംപുരയിൽ നിന്നാണ് ആദ്യം ജയിക്കുന്നത്. അവിടെ നിന്ന് 2007-ൽ ജയിക്കുന്നു. 2012-ൽ ആ വിജയം ആവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറായി അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. BJP കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവരുടെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പലപ്പോഴും ആളുകൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ആളുകളെ പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് രാജസ്ഥാനിലെ ഭുജൻപാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മധ്യപ്രദേശിലെ മോഹൻ സിംഗ് ആയിക്കോട്ടെ, ഒഡീഷയിലെ മോഹൻ ചരൺ മാഞ്ചി ആയിക്കോട്ടെ, ഛത്തീസ്ഗഡിലെ വിഷ്ണു ദിയോസ് ആയിക്കോട്ടെ, ഇവരെല്ലാം പെട്ടെന്ന് ആളുകൾക്ക് ഇങ്ങനെ അവരെ തിരഞ്ഞെടുത്തേക്കും അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചേക്കും എന്നൊന്നും ആളുകൾ പ്രതീക്ഷിക്കാത്ത ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുകയാണ്. ഇത്തവണയും ഭവ്യ സൂചിപ്പിച്ചതുപോലെ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ ആകും എന്ന് പ്രതീക്ഷിച്ചവർ ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് BJP-യുടെ നേതൃസ്ഥാനത്തിരുന്ന മറ്റ് പല ആളുകൾക്കും ഈ സാധ്യതയുണ്ട് എന്ന് കൽപ്പിച്ചവർ ഉണ്ട്. ഇപ്പോൾ ഹരീഷ് ഖുറാനയെ പോലെ മദൻലാൽ ഖുറാന നമുക്കറിയാം, അദ്ദേഹവും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ ആളാണ്. മദൻലാൽ ഖുറാനയുടെ മകൻ ഹരീഷ് ഖുറാനയെ പരിഗണിച്ചേക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സതീഷ് ഉപാധ്യായ BJP-യുടെ വളരെ മുതിർന്ന നേതാവാണ്. മാളവിക നഗറിൽ നിന്ന് അദ്ദേഹം AAP-യുടെ സോംനാഥ് ഭാരതിയെ പരാജയപ്പെടുത്തിയാണ് തൻ്റെ നേതൃത്വം തെളിയിച്ചത്. അതുപോലെ ഉള്ള നേതാക്കൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും അതാണ് മനു, ഈ പറഞ്ഞ പേരുകളൊക്കെ തള്ളാൻ രേഖ ഗുപ്തയുടെ RSS ബന്ധം വഴിവെച്ചു എന്ന് മനസ്സിലാക്കണമോ? കൃത്യമായ RSS ഇടപെടൽ അവിടെ ഉണ്ടായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡൽഹിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകാൻ RSS ഇടപെടൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കണമോ? പ്രധാനമായി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രേഖ ഗുപ്തയുടെ വിദ്യാർത്ഥി പരിഷത്തുമായുള്ള ബന്ധം, അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം RSS-ഉമായി അടുത്ത ബന്ധം രേഖ ഗുപ്തയ്ക്ക് ഉണ്ടെന്ന്. ആ ബന്ധം അവരെ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിച്ചു എന്ന് പറയാമോ മനു? അല്ല, ഇവിടെ അതിനേക്കാൾ ഉപരി ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നതാണ് BJP പ്രാധാന്യം നൽകുന്നത്. കാരണം ഡൽഹിയിൽ ഇത്തവണ വനിതാ വോട്ടർമാർ BJPക്ക് കാര്യമായ പിന്തുണ നൽകി എന്നവർ കരുതുന്നു. വനിതാ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് കരുതുന്നു. BJP ഇപ്പോൾ വനിതകൾക്ക് നൽകാൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളുണ്ട്. അതിപ്പോൾ ഈ 21,000 രൂപ ഗർഭിണികൾക്കുള്ള പ്രത്യേക പരിരക്ഷകളായിക്കോട്ടെ, അല്ലെങ്കിൽ 2,500 രൂപ വീതം നൽകാം എന്ന് പറയുന്ന പദ്ധതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഇനി BJP അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി ആയിക്കോട്ടെ, ഇപ്പോൾ അതിലൊക്കെ തന്നെ വനിതകളുടെ ഒരു വലിയ പ്രാധാന്യം അവിടെ അടിവരയിടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. മാത്രവുമല്ല, ഈ താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തന പരിചയമുള്ള ആളുകൾ നേതൃരംഗത്ത് വരിക എന്ന കാര്യം വളരെയധികം ശക്തമായി ഊന്നൽ നൽകുന്നു. ഇത്
പ്രധാനമന്ത്രി മോദി തൻ്റെ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഇതിൻ്റെ ഈ മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന കാര്യം നിർത്തിവെച്ചു എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ സ്വാഭാവികമായും അദ്ദേഹം എല്ലാ കാലത്തും പ്രധാനമന്ത്രി ഈ BJPക്ക് അകത്ത് നേതാക്കളെ നിശ്ചയിക്കുമ്പോൾ വനിതകൾക്ക് പ്രാധാന്യം നൽകണം എന്ന് അടിവരയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണ് ആളുകൾ ഇത് പ്രധാനമന്ത്രി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇതിൽ ശിഖ റോയ്ക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ടാകാം, അല്ലെങ്കിൽ രേഖാ ഗുപ്തയ്ക്ക് സാധ്യതയുണ്ടാകാം, പൂനം ശർമ്മയുണ്ട്, അല്ലെങ്കിൽ നീലൻ പെഹൽവാൻ, അങ്ങനെ 5 പേരാണല്ലോ. അതിഷിയെ കൂടാതെ മറ്റു 4 പേരാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളായുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ശിഖ റായിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. ശിഖ റായും ഇതുപോലെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു വനിതാ നേതാവാണ്. അപ്പോൾ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് ഏറെക്കുറെ ചിലരൊക്കെ തന്നെ ധരിച്ചിരുന്നു. എങ്കിലും BJP പർവേഷ് വർമ്മയെ പോലുള്ളവരെ തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കിയപ്പോൾ സ്വാഭാവികമായും അവരുടെ നേതൃത്വം കൂടി പരിഗണിച്ചേക്കും എന്നൊക്കെ ഉള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഏതായാലും ഒടുവിൽ BJP വനിതാ നേതാവ് തന്നെ ഡൽഹിയെ നയിക്കാൻ സുഷമ സ്വരാജിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ടുള്ള ഒരു വനിതാ നേതാവ് തന്നെ വരട്ടെ എന്ന നിലപാട്. അതാണ് മനു, ഇവിടെ നോക്കൂ, ഈ അടുത്ത കാലത്തായി BJP മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ സ്വീകരിച്ചു വരുന്ന ഒരു അപ്രതീക്ഷിത നീക്കങ്ങൾ, ആ നീക്കങ്ങൾ ഇവിടെയും ഉണ്ടായി എന്ന് നമുക്ക് എടുത്തു പറയാമല്ലോ. പ്രത്യേകിച്ചും ഒരു BJP വനിതാ മുഖ്യമന്ത്രി വരുമ്പോൾ അത് എത്രമാത്രം നേട്ടമായിരിക്കും ഇനി BJPക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു നീക്കത്തേക്ക് BJP ഡൽഹിയിലെത്തിയത്, അല്ലേ മനു? അതെ, BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആം ആദ്മി പാർട്ടി BJPക്ക് ഒരു ബദൽ, അല്ലെങ്കിൽ BJP എതിർത്തുകൊണ്ട് അവിടെ വിജയം ഉറപ്പിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവിടുത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെയും അതുപോലെ ഡൽഹി നിവാസികളുടെ സിവിക് ഇഷ്യൂസ്, അതായത് അവരുടെ വെള്ളം, കുടിവെള്ളം, അതുപോലെ അവിടുത്തെ പൊതു ശൗചാലയങ്ങളുടെ വൃത്തി, അതുപോലെ സീവേജ്, ഓവുചാലുകൾ, അഴുക്കുചാലുകളുടെ വൃത്തിയാക്കൽ, യമുന നദിയുടെ പൊല്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഡൽഹിയിലെ വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ വീട്ടമ്മമാർ, അതുപോലെ ഡൽഹി നിവാസികളായ ഇടത്ത തട്ടിലുള്ളവർ, മധ്യവർഗം ആ വിഭാഗത്തിൽപ്പെടുന്നവർ, ഇങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലൂടെ മാത്രമേ പാർട്ടിക്ക് കൂടുതൽ ഒരു ഇലക്ട്രൽ കരുത്തുണ്ടാക്കാൻ കഴിയൂ എന്ന ഒരു വിശകലനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അത്തരം വിഷയങ്ങളെ ഗൗരവമായി എടുക്കുന്ന കൗൺസിലറായി പ്രവർത്തിച്ചവർക്ക് ഒരുപക്ഷെ ഈ വിഷയങ്ങൾ കുറെ കൂടെ ഗൗരവമായി കാണാനും ആ വിഷയങ്ങൾ അവർക്ക് നേരത്തെ ഇടപെട്ട് ഉള്ള ഒരു പരിചയമൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാധാരണ പൊതുജീവിതത്തെ കൂടുതൽ മെച്ചമുള്ളതാക്കുക എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ ഇതിനോടൊക്കെ അപ്പുറത്ത് തന്നെ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതി, കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതി സ്വീകരിക്കാത്ത ഒരു സംസ്ഥാനമാണ് ഡൽഹി. അപ്പോൾ അവിടെ ഇനി പുതിയ ആരോഗ്യ പദ്ധതികൾ കൊണ്ടുവരിക എന്നതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ ക്ലീൻ യമുന BJP ഉയർത്തിയ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അത് ആം ആദ്മി പാർട്ടിയും ആ വിഷയം ശക്തമായി ഉയർത്തി. ഇനി യമുന ശുദ്ധീകരിക്കേണ്ട വലിയ ഉത്തരവാദിത്വം BJPക്ക് വരിക. അപ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്നു. അതുപോലെ ഈ RRTS പദ്ധതി, ഡൽഹി മെട്രോ, ഇലക്ട്രിക് ബസ് പദ്ധതികൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പശ്ചാത്തല വികസനം, നഗരകാര്യ വികസനം തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ ഇനി BJPക്ക് വെല്ലുവിളികളായി മുന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കാണാനും അത് കാര്യക്ഷമമായി ജനങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് അവരുടെ യാത്രാ സൗകര്യം, അവരുടെ പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷം, ഡൽഹിയിൽ നമുക്കറിയാം നേരിടുന്ന ശബ്ദം, അതുപോലെ മലിനീകരണ പ്രശ്നങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ സാധാരണക്കാർ അവിടുത്തെ ഡൽഹി നിവാസികൾ അനുഭവിക്കുന്നു. അപ്പോൾ ആ വിഷയങ്ങളെ പരിഗണിക്കുന്ന ഒരാൾ എന്ന നേതൃത്വം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുക കൂടിയാണ് ഒരു വനിതയെ പ്രത്യേകിച്ച് ഇത്തരത്തിൽ കൗൺസിലറായി അവിടെ പ്രവർത്തിക്കുകയും മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള. അതാണ് താഴെത്തട്ടിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയണം കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് ശർമ്മ, അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവുകയാണ് രാജ്യ തലസ്ഥാനത്തെന്ന കാര്യം ശ്രദ്ധേയമാണത്. AAPക്കുള്ള ഒരു മറുപടി കൂടിയാണോ മനു? അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരെ എപ്പോഴത്തേക്ക് പ്രഖ്യാപിക്കും, അത് ഉടൻ ഉണ്ടാകുമോ? അതിന്റെ വിശദാംശങ്ങൾ കൂടി മനു. ഏതായാലും ഉടൻ തന്നെ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ ഉള്ള സന്നദ്ധത അറിയിക്കുകയായിരിക്കും ആദ്യ നടപടിയായി ഉണ്ടാവുക. നാളെ സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് കരുതുന്നത്. 11 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ഉണ്ടാവും. സാധാരണക്കാരായ ഡൽഹി നിവാസികളെല്ലാം ക്ഷണിച്ചുകൊണ്ടുള്ള രാംലീല മൈതാനിയിൽ ഒരു വലിയ സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കും. പർവേഷ് വർമ്മ ഒരുപക്ഷെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഭരണത്തിൽ അദ്ദേഹത്തിന് നിർണായകമായ പങ്കുണ്ടാകും. നമുക്കറിയാം സാഹിബ് സിംഗ് വർമ്മ BJPക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു, ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു.
BJPയെ ഡൽഹിയിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ഉയർത്തുന്നതിലൊക്കെ നിർണായക പങ്കുവഹിച്ച സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് വർമ്മ. പർവേഷ് വർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പറയുമ്പോൾ തന്നെ അവിടെ പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പോലും സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. ഏതായാലും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് പർവേഷ് വരുമ്പോൾ ഈ ഭരണ സംവിധാനത്തിൻ്റെ അതിലൊരു കാര്യമായ ഒരു നിയന്ത്രണം അദ്ദേഹത്തിന് കൂടി നൽകിക്കൊണ്ടായിരിക്കും ഈ നീക്കം ഉണ്ടാകുക. മാത്രമല്ല ഇപ്പോൾ അവിടെ വിജീന്ദർ ഗുപ്തയെ പരിഗണിക്കുമ്പോൾ അദ്ദേഹം 3 തവണയാണ് അവിടെ നിന്ന് രോഹിണിയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു നേതാവിനെ അവിടെ സ്പീക്കറാക്കി അങ്ങനെ അവർക്കിടയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഉയർന്നു വരാൻ സാധ്യതയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ രൂപീകരിക്കുന്നത് എന്നത് BJP സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമായി വരും എന്നാണ് കണക്കാക്കുന്നത്. ഏതായാലും 27 വർഷത്തിന് ശേഷം BJP ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ അത് ഒരു തിളക്കമാർന്ന വിജയമായി അധികാരത്തിൽ വരുമ്പോൾ അത് തുടർന്നു കൊണ്ടുപോകാനുള്ള വലിയ ഉത്തരവാദിത്വവും ഒരു വെല്ലുവിളിയായി തന്നെ ഈ സർക്കാരിന് മുകളിൽ നിൽക്കുകയാണ്. തീർച്ചയായും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ BJP അധികാരത്തിലേറുമ്പോൾ ധീരമായ തീരുമാനവുമായിട്ടാണ് സർക്കാർ അധികാരത്തിലേറുന്നത്. ഏറ്റവും പ്രധാനമായി വനിതാ മുഖ്യമന്ത്രി എത്തുകയാണ്.